അപ്പോൾ തിരുവോണം നമ്മൾ ഭംഗിയായിട്ട് ആഘോഷിച്ചു അല്ലേ? അയ്യോ, ഇവരുടെ വിശേഷങ്ങളെല്ലാം കൂടെ കേട്ടിട്ടേ അതിൽ ഏറ്റവും അധികം സ്കോർ ചെയ്തത് വർക്കലയിൽ നിന്ന് വന്ന ഐശ്വര്യയുടെ അവഗാഹമായ അറിവ് എല്ലാ മേഖലകളിലും ആ കുട്ടിക്ക് അറിവുണ്ടെന്നുള്ളത് ഞാൻ ഇന്നാണ് അറിഞ്ഞത്. വർക്കലക്കാർക്ക് ഏറ്റവും അധികം അഭിമാനിക്കാം. ആ കുട്ടി വർക്കലയിൽ ജനിച്ചത് കൊണ്ട് തന്നെ വർക്കലയുടെ ഖാദി ലോകമെമ്പാട് പരക്കട്ടെ എന്ന് ഈ ഓണക്കാലത്ത് ആശംസിച്ചുകൊണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടതാരങ്ങളെ സ്വാഗതം ചെയ്യാം. അപ്പം നമ്മുടെ സ്വന്തം ACVയുടെ ഈ ഓണ പ്രോഗ്രാം നല്ലോണം തള്ളിക്കോണം. അപ്പോൾ തിരുവോണ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 6 പേരിൽ 4 പേര് നല്ലോണം തള്ളി. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇത് എന്ന് പറഞ്ഞ ഒരു ആഗ്രഹം, നമ്മളിങ്ങനെ ഒന്ന് നിൽക്കുമ്പോൾ അവരെ കൂടെ ഒന്ന് ഷൈൻ ചെയ്യണം. ഈ ആങ്കർ ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ഷൈൻ ചെയ്യുന്നത് എന്ന് അത്രേ ഐശ്വര്യ വിഷ്ണുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ആങ്കറിങ് നമ്മൾ അവരിലേക്ക് മാറ്റുന്നു. തുടങ്ങാം, പരിപാടി തുടങ്ങാം. അപ്പോൾ ഞങ്ങൾ തുടങ്ങട്ടെ, അനുഗ്രഹിക്കണം. അപ്പോൾ സമയമില്ല, ഞാൻ മുട്ടിയൊക്കെയാണ് പറയാൻ കാണാതെ പഠിച്ചത് പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഞങ്ങളുടെയും ACVയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങളെ കളയാക്കണേ, ഒരു വിധത്തിൽ പറഞ്ഞു ഒപ്പിച്ച് വെച്ചിട്ട് കോളമാക്കരുത് ഈശോട്ടാ. അപ്പോൾ നിങ്ങൾ കുറെ ഞങ്ങളെ എന്താ പറയാ, ഞങ്ങളോട് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞങ്ങളോട് കുറെ ഗെയിമൊക്കെ കളിപ്പിച്ചു, ഉത്തരം മുട്ടിച്ച് കൊഞ്ഞണം കുത്തിച്ചു. അപ്പൊ ഇനി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മുഖം നോക്കി ചോദിക്കട്ടെ ഞാൻ, എങ്ങനെയാണ് എന്താണ് ഓണത്തിനെ പറ്റി ആദ്യം വരുന്ന ഓർമ്മകൾ? ഓണത്തിനെ പറ്റി എന്ത് ഓർമ്മയുടെ? നിങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണമാണോ അതോ വളർന്ന് ഇങ്ങനെ ഇപ്പൊ മുതുക്കനായിട്ട് നിൽക്കുന്ന ഈ സമയത്തുള്ള ഓണമാണോ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? അടിപൊളി ചോദ്യം. ഈ ഓണത്തിന്റെ ഒരു പ്രത്യേകത എന്താ അറിയാം, ഓർമ്മയുടെ പേരാണ് ഓണം. നമ്മുടെ ഓർമ്മകൾ നമ്മൾ റീകളക്ട് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പം ഞാൻ പറയുന്ന അങ്ങനെയുള്ള ഓണം ആയിരിക്കില്ല ഇപ്പം അമൃതയ്ക്കുള്ളത്, പിന്നെ അർച്ചനയ്ക്കുള്ളത് അല്ലേ. അപ്പം അവരവർ ശീലിച്ച ഓർമ്മകളുടെ പേരാണ് ഓണം. ഇതിൽ കൂടുതൽ ഇതിനെ കൂടുതൽ ഓണത്തിന് എങ്ങനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്? കവിമാര് പോലും ഇങ്ങനെ പറയും. കവിമാര് പോലും പറയും. അതെ. അയ്യോ, ഇവിടെ ഏറ്റവും കൂടുതൽ വിശേഷം അറിയാന്നുള്ള അർച്ചന ഒരു ജിമ്മിന്റെ ഓണറാണ്. പിന്നെ ജിമ്മത്തി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ജിമ്മത്തി എന്ന് പറയും. അതിനുശേഷം അവള് ഡ്രസ് ഇടാൻ തുടങ്ങിയിട്ടില്ലേ? ഞാൻ ഞെട്ടിപ്പോയനെ. ഞാൻ വന്നിട്ട് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവള് വന്നിട്ട് എവിടെയാന്ന് പറഞ്ഞ ഇറങ്ങി റൂമിന്ന് വെളിയിലൊക്കെ ഇറങ്ങി നടന്നു വരികയാണ്. അപ്പൊ ഞാൻ വിചാരിക്കുമ്പോ ഇവള് സാരി എടുത്തില്ലേ, ഇതെന്റെ കോസ്റ്റ്യൂമാണോ മനുഷ്യാന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. നല്ല കോസ്റ്റ്യൂം. അയ്യോ, ഞാൻ ഇതുപോലുള്ള കോസ്റ്റ്യൂംസ് ഇനിയുണ്ടോ? വിഷുവും അല്ലേ, ക്രിസ്മസ് ഒക്കെ ഉണ്ടല്ലോ. ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് ആണ്, വേറെ കോൺഷ്യസ് ഒന്നുമില്ല. ഹെൽത്തി കോൺഷ്യസ്. അകലെ എന്ന് പറയുന്ന ഒരു സീരിയൽ നമ്മളിപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ പറയും, അയ്യോ അതിൽ പ്രോട്ടീൻസ് എല്ലാം കുറവാണ്, ഇതിൽ മറ്റേ പ്രോട്ടീൻ കൂടുതലാണ്. അപ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ ഭക്ഷണം ഹലോ നിൽക്കും, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന അമ്മമാർ പ്ലേറ്റിൽ ചോറ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ന്യൂസ് പേപ്പർ ഇട്ട് മറച്ചോണ്ട് പോകും. കാര്യം ഇവിടെ മുമ്പ് കൂടെ കൊണ്ടുപോയി തുറന്നിട്ട് പറയും, ഇത് ഇത്രയും പ്രോട്ടീൻ വേണ്ട, ഇത് കളയൂ, ഇതിൽ ഇത്തിരി കൂടുതലാണ്, അത് മാറ്റൂ. എടാ ഈ ഓണക്കാലത്ത് നല്ല തുമ്പലായിട്ട് ചോറ് നിന്നുകൊണ്ടിരിക്കുന്നവൻ്റെ അടുത്ത് ഇത് ഇത്രയും പോരാ, ക്യാപ്സ് വേണ്ടെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും സമ്മതിക്കുമോ? ഇവിടെ ഷുഗർ കട്ടാണ്. ഷുഗർ കട്ടാണ്. ലഡു മുട്ടായി കഴിച്ചു. വേറൊരു കേസ് അറിയാമോ? ഇവളുടെ വേറൊരു കേസ് അറിയാമോ? അതായത് ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഇവൾ ഉപയോഗിച്ചു എന്ന് നമ്മൾ ആരോപിച്ചാൽ ഇവളിലെ നാഗവല്ലി പെട്ടെന്ന് ഉണരും. ലഡു ഇന്നലെ 2 ലഡു കഴിച്ചില്ലേ? പറഞ്ഞതുകൊണ്ട് ചുരുക്കം പറയാം, നിങ്ങൾക്ക് ചേട്ടനപ്പോ ഇവളുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല പ്രൊഡക്ഷൻ ഇല്ല, പേടിയാണല്ലേ? കഴിക്കാൻ സമ്മതിക്കൂല. വെറുത്തോ നിങ്ങൾ? എന്നോട് കടകാരൊക്കെ പറഞ്ഞു, ചേട്ടന്റെ കടയിലെ ഹെൽത്തി ഫുഡാണ് കൊടുക്കുന്നത്, ഞാനത് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അല്ല, അത് പറയണമെന്ന് മനുഷ്യൻ ജീവിക്കുന്ന പിടിക്കുന്നില്ലല്ലേ. മനുഷ്യന്റെ നിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താ? ചേട്ടനോട് ചോദിച്ചായിരുന്നു അതിന് മേളിൽ ചേട്ടൻ ഇവിടെ ജിം കൂടി ഇടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ. അതാണ് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോ ഹെൽത്തി ഫുഡ്, അതിന്റെ ഒരു കൺസെപ്റ്റ് നമ്മളിനി അടുത്ത് കച്ചവടം അറിയാം. കഴിച്ചിട്ട് വരുന്നവര് ഡംബിൾ എടുത്തിട്ട് പോകണം. അതെ, ഒരു ഊണിന് ഒരു ഡംബിൾ. കുട്ടി എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, അവളുടെ ഓണവിശേഷങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. അത് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ
പറഞ്ഞില്ല, നീ അത് പറയും. കണ്ടോ ആ കുട്ടിയുടെ പ്രസന്റേഷൻ കണ്ട് താങ്കളുടെ ഓണവിശേഷങ്ങൾ. ഓണവിശേഷമാണ് എന്റെ ഓണം. എന്താണ്? ഇവള് രാവിലെ എണീക്കും ഒരു 10 പുഷപ്പ് പുഷപ്പ് അടിക്കും, പോവും. അത് ഇപ്പൊ ഈ ഒരു കാലഘട്ടമായതുകൊണ്ട് ഇതിന്റെ പേരെ മാറ്റും, ഓണപ്പുഷപ്പ്, തിരുവോണ പുഷപ്പ് അല്ലേ, അവിട്ടൻ ഡമ്പല്, ചതയം പുഷപ്പ്, ഉത്രാട വാക്കി, ഉള്ളപ്പ്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാലും സമ്മതിക്കണം കേട്ടോ, ഒരു വനിത അങ്ങനെയുള്ള ഒരു സംരംഭം തുടങ്ങുന്നത് എന്തുകൊണ്ട് നല്ലതല്ലേ? അത് നീയാണ് പറയണ്ടത്, ഞാനല്ല. ചുമ്മാ പൊക്കി പറ, അതല്ലേ ഇവര് ആങ്കറിയാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ അവിടെ നിർത്തിയത്. അപ്പൊ ഇനി പറ, അടുത്ത എന്താ ഗെയിം? അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഗെയിമാണ് പോകുന്നത്. പഠിച്ചാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുമല്ലേ. ഇനി എന്താ ചെയ്യാൻ പോണ? ഗെയിമാണോ? ഗെയിംസ് ഒന്നും ഇല്ലേ? ഉണ്ട്, പറ. ഗെയിംസ് ഉണ്ട്. അതാണ് ക്യാമറ. പറഞ്ഞു എല്ലാ സപ്പോർട്ടും പറഞ്ഞു. അവിട്ട ദിനത്തിൽ അവിട്ടം ദിനത്തിൽ തവിടം തിന്ന് പറ. അവട്ടം ദിനത്തിൽ തവിടം തിന്ന് കൈയും തുടച്ച് പോവാം. അടുത്ത ഗെയിമാണ്. എന്തെങ്കിലും ഒരു രസകരമായ കളിയിലേക്ക് നമുക്ക് പോകാം, എന്തെങ്കിലും പറ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ? ഞാൻ പറയാം. മതി എല്ലാരും അത് പ്രസംഗിച്ചാൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു നല്ല ഒരു കിടിലിന് അടിപൊളി കിടക്കാച്ചി ഗെയിമിലേക്ക് പോവാം അല്ലേ? നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ വിശേഷങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഇനി രസകരമായ ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. അർച്ചന പറ, ഇതെന്താണ് ചെയ്യാൻ പോണേ? ബോളും കപ്പും വെച്ചിട്ട് ഈ കപ്പ് പിടിച്ച് നിൽക്കുക, ഇതിന്റെ അകത്തേക്ക് ഗോൾ എറിഞ്ഞു വീഴും. ആരെറിയും അത് അവര് തീരുമാനിക്കും. അത് അവര് തീരുമാനിക്കും. ആദ്യം ആര്? കുറേ ദിവസമായിട്ട് അവരാണ്, അത് വേണ്ട. ഇനി നമുക്ക് ഇവിടെ ആകാം. ഈ 2026 മാതൃകാ ദമ്പതികൾക്കുള്ള പുഞ്ചിരി പുരസ്കാരം നേടിയ, പുഞ്ചിരി പുരസ്കാരം അറിയാം, ഭയങ്കര ഫേമസ് ആണ് പുഞ്ചിരി പുരസ്കാരം. അതെ, വെങ്ങാനൂരുള്ള ഒരു ചെറിയ ക്ലബ്ബാണ്. പുഞ്ചിരി പുരസ്കാരം നേടിയ അമൃതയും പ്രസാദ് മോനും. ആരെറിയും, ആര് പിടിക്കും? ശരി, അങ്ങനെയാണല്ലോ വീട്ടില്. ഭയങ്കര നിഷ്കളവനാണ്. മക്കളെ ആര്? ഇനി അതിനെ കുറിച്ച് ഇനി തർക്കം എടാ, ഇതൊരു വലിയ പരിപാടിയാണ്. നീ പാടുകൾ കാണിച്ചു തുടങ്ങിയാൽ അതിനെ നേരം വരും. നീ അവിടെ നിന്ന് അപ്പൊ എവിടെ നിൽക്കും? അവിടെ അയക്കും. അവിടെ അയക്കും. നിക്കേ, അവിടെ നിന്ന് എറിയും, ആ ദിശ വെച്ച് പിടിക്കണം. നല്ല ദമ്പതികൾ, നല്ല ദമ്പതി. അത് പോട്ടെ, അത് കുഴപ്പമില്ല. എന്റെ പൊന്നേ, 2 3 എന്റെ പൊന്നെ 4 5 6 7 പ്രശാന്ത് 8, അവന്റെ കോൺഫിഡൻസ് 7 8 8 9 10. അടിപൊളി. കിടുക്കി കളഞ്ഞു. അയ്യോ, ഞാൻ നേരത്തെ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, മാതൃകാ ദമ്പതിമാർക്കുള്ള അതല്ല. മനസ്സിലായി. അപ്പൊ എന്തായാലും കലയെ കളഞ്ഞു. ഇനി അടുത്താണ് ഗെയിം. വളരെ മനോഹരമായ രീതിയിൽ 10 ബോളാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ എറിഞ്ഞത് അമൃത, പിടിച്ചത് പ്രശാന്ത്. തിരിച്ചു പിടിച്ചാലോ? ഇനി നമുക്ക് തിരിച്ചു പിടിക്കാം. എറിയുന്നത് അതല്ലേ നേരത്തെ എറിയുന്നത് പ്രശാന്ത്, പിടിക്കുന്നത് അമൃത ചേച്ചി. ഓക്കെ, നിന്നോ അതേ പൊസിഷൻ. ഓക്കെ, റെഡി? ഒന്ന് പോയി. അമൃത, ഇനി എന്റെ വായി കേൾക്കല്ലേ? അതല്ലേ അമൃത. 2 സമയമാകുമ്പോ അവര് പറയും 4
പതുക്കെ വരുന്നത്. 5 ഇങ്ങനെ വരുമ്പോ ഇനിയുണ്ട് സമയമുണ്ട് 6 ഒയ്യോടെ ഇങ്ങനെ വരുമ്പോ പതുക്കെ 7 ട്രിക്ക് മനസ്സിലായല്ലോ? ഇങ്ങനെ പതുക്കെ ട്രിക്ക് പോയി 8 പത്തി പിടിക്കേ. 8 സമയമായില്ല ഇനിയുണ്ട് സമയമുണ്ട് 8 9 ഒരു പവന്റെ ഒരു രക്ഷയില്ല ഒപ്പത്തിനൊപ്പം. അപ്പൊ ഇനി അടുത്ത് വിഷ്ണുവും ഐശ്വര്യ. ഓക്കെ റെഡി? 2 എന്റെ മൈ ഗോഡ് 3 അറിഞ്ഞിരുന്നില്ല ഞാൻ ഒരെണ്ണം പോലും താഴെ പോയില്ല. 3 സിമ്പിളാ. 4 അയ്യോ 5 അയ്യോ ഒരൊറ്റ എണ്ണം പാടില്ല എണ്ണം താഴെ പോയില്ല. ഒരൊറ്റ എണ്ണം പാടില്ല ഐശ്വര്യ അല്ലാതെ 7 8 ഇടേ ഈ 12 പിടിച്ചിട്ട് ഒരെണ്ണം പോയി. ആരോ കണ്ടു വെച്ചു ഞാൻ അയ്യോ ആ പോയി. ഒന്നും പറയണ്ട. 9 9 ആ പോയി. ഇനി സമയമുണ്ട് ഇനിയുണ്ട് സമയമുണ്ട് 11 നിക്ക് 11 അറപ്പിക്കണോക്കാണ് പ്രശ്നം 12 ഹായ് ഹായ് അയ്യോ കുറെ കൂടെ ലൈറ്റ് 13 അവന്റെ എക്സ്പ്രഷൻ ഒക്കെ നോക്കി 14 അയ്യോ 15 ഇതിലെ തീറ്റി 16 16 പോയില്ല. 15 15 16 മതി ടൈം കഴിച്ചു ടൈം ഔട്ട്. രണ്ടെണ്ണം കൂടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. ആ ഐശ്വര്യ ആ പോയി. ഓ മൈ ഗോഷ്. 1 1 1 2 പോയി. പോയി ഇതും പോയി 2 പോയി. 2 പോയി. 3 ട്രിക്ക് പിടിച്ചു. പോയി. ലൈറ്റ് അടിക്കുന്നു. 4 ഓ 5 നീ അറിയാമോ? ആ 6 6 7 ഇത് ചാടേ. 7 പോയി. 8 9 നമ്മളെ നശിപ്പിച്ചു. 10 അയ്യോ 11 12 13 അവളെ ചാട നോക്കിയേ 13 പോയി. 14 15 കിട്ടിയില്ല. 15 15 16 പോയി. 17 7 ഓ 18 സമയമുണ്ട് 19 തകർത്ത് കളഞ്ഞു ചേട്ടാ വളരെ ഷാർപ്പായിരിക്കണം നമ്മുടെ മൈൻഡ്. പിന്നെ ഡിസ്പോസൽ ഗ്ലാസ്സിൽ മറ്റേ ഇതെടുത്ത് പിടിക്കലാണ് സാർ ഞാൻ ശകലം ഒന്ന് പൊക്കി തന്നപ്പോ അങ്ങ് കയറി പോയ വേണം വിഷ്ണു ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയും വലിയ ഷാർപ്പ്നെസ് വേറെ സാധനത്തിലുണ്ടാ നോക്കട്ടെ ഇരുന്ന് നിരങ്ങാനുള്ള ഒരു ചെറിയ ഗെയിം കാര്യത്തിൽ ഇവിടെ നമ്പർ 1 ആണ്. അപ്പൊ നോക്കിയോ അപ്പൊ അല്ല ഇവളെ പ്രായത്തിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് അതിനകത്ത് കൊടുക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അത് വളരെ മനോഹരമായിട്ട് ചെയ്യും കേട്ടോ അർച്ചനെ എന്താ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ആ ഇരുന്ന് നിരങ്ങുന്ന പ്രോപ്പർട്ടി ഓക്കെ ആദ്യം സെറ്റ് ചെയ്യുക ആദ്യം നിങ്ങളൊന്ന് ഇരിക്കുക ഇരിക്കുക. എന്നിട്ട് പിന്നെ നിങ്ങൾ നിരങ്ങിയോ കിടക്കുകയോ എന്ത് വേണോ ആയിക്കോ. ഓൾഡ് ജനറേഷൻ നമ്മളിത് 3 ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇരുന്നിട്ട് എക്ലൈസ് ഉണ്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞു വിഷ്ണുക്കുട്ടനാ വരുന്നത് കേട്ടോ അവൻ എക്ലൈസ് ഇല്ലെങ്കിൽ അവന് പിണങ്ങിക്കളയും അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാ വേണ്ടത് 3 ടൈപ്പ് ഉണ്ട് നിങ്ങൾ ഏത് സോർട്ട് ചെയ്യും നിങ്ങൾ ഏത് സോർട്ട് ചെയ്യും എക്ലൈസ് അപ്പം പീനട്ട് ഉണ്ട് മഞ്ഞയാണ് എക്ലൈസ് നീ ഇപ്പോഴും ഏത് വേണം ലാക്ടോക്കിന് വേണം പീനട്ടാ ഞങ്ങൾ റെഡും അവര് മഞ്ഞയും വേണ്ട പിന്നെ ഒരു പീനട്ടും കൂടെ ഉണ്ട് അതും എടുത്തോളാം. അത് വേണ്ട ഏതെങ്കിലും എല്ലാം കൂടെ കാര്യം എടുക്കണ്ട ഞങ്ങൾ മഞ്ഞ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഡിഷിലായിരിക്കും നമ്മളിവിടെ പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ഈ കൊച്ചു കുട്ടികളെ പോലെ ആവരുത് ഇപ്പോഴും ഇത്രയും നേരം അങ്ങനെ ആയിരുന്നു ഇനിയെങ്കിലും കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ആളുകളായി മാറാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ വെക്കട്ടെ അപ്പോൾ ആരാണ് ദീപാരാധനയായിട്ട് അങ്ങോട്ട് വരുന്നത്
തീർച്ചയായിട്ടും നീ ആണല്ലോ നമ്മളെ ഇന്നത്തെ വേട്ടമൃഗം. ഇതാ വെക്കണേ അർച്ചന, ഇവരെ ഒന്ന് നോക്കിക്കൊള്ളണം. ആ ഒരു ഗ്രൂപ്പ് ഇവിടെ, ഒരു ഗ്രൂപ്പ് ഇവിടെ. ഓക്കെ ഈ അവിട്ട നാളിൽ മുട്ടായി, അയ്യോ ഇത് മറ്റേ കല്യാണത്തിന്റെ തലേദിവസം നാത്തൂനും കൂടെ അടുത്തിരുന്ന് മറ്റേ തേങ്ങ അരിയിരുന്ന് കൊതി നുണയും പറയും പോലെ. ഇവിടെ ഇതൊരു മത്സരമാണ് കുട്ടികളെ. അത് ശരി, റെഡി അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് തോന്നുന്നു. അവർ റെഡി, കൗണ്ട് ചെയ്തോ. റെഡി, 1 1 2 2 2 3 4 സ്റ്റാർട്ട്. അയ്യോ ഇത് നഴ്സറി പിള്ളേരെ പോലെ. അയ്യേ അയ്യേ. നോക്ക് അയ്യോ മറ്റേ കളകള് വാരി മറ്റേ തറയിൽ വെച്ചിട്ട് അവിടെ നിന്ന് വേറെ. മലയാളത്തിലെ സീരിയൽ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഭയങ്കര അഭിനേത്രികളും അഭിനയ കുടുംബിനികളായി അഭിനയിക്കുന്നവരാണ്. വെറും മുട്ടായിക്ക് വേണ്ടി ഈ കിടന്ന് ആ സീരിയൽ ഇവൻ പറയുന്ന ഡയലോഗ് എന്ന് പറഞ്ഞ് എന്നെ തോൽപ്പിക്കാനായോ നീ? 10 ജന്മം ജനിക്കും. അയ്യോ ചേട്ടാ നമുക്ക് ടൈമിംഗ് തനി മലയാളിയുടെ സ്വഭാവം കേട്ടാ. ഇവിടെ ഒന്നും ഇല്ലെങ്കിലും അവിടെ നോക്കിയത് സാരി പൊക്കാൻ തുടങ്ങി. അയ്യോ ഈ ഐശ്വര്യ എവിടെ തീർന്നാ എവിടെ 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 അവിടെ എന്തിനായി എന്റെ പൊന്നെ ഫിനിഷ്. കണ്ടാലേ അറിയാം നീ എന്താണെന്നുള്ളത്. ഓ വാശിയേറിയ മത്സരമായിരുന്നു, വാശിയേറിയ മത്സരം. നമ്മൾ മൂന്ന് ടൈപ്പ് ചോക്ലേറ്റ് കൊടുത്തു. അവരിത് സെലക്ട് ചെയ്തു, അവരിത് സെലക്ട് ചെയ്തു. പക്ഷെ ഫസ്റ്റ് ഇത് സോർട്ട് ചെയ്തത് ഐശ്വര്യ വിഷ്ണു. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇതിന്റെ ഇടയിൽ ചില കുൽസിത പ്രവൃത്തികൾ ഇതിനകത്ത് നടന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ എന്തായാലും വളരെ രസകരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിനത്തിൽ അയ്യോ അവർ കൊച്ചുകുട്ടികളെല്ലാവരും മുട്ടായി അവർക്ക് കൊടുക്കണില്ല നല്ലത്. അപ്പോൾ അവിട്ട ദിനത്തിൽ നമ്മുടെ ACV ടീമിന്റെ ഒരു മധുരം എന്താണ്ട്. അപ്പോൾ ഗെയിം അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ കിഷോറേട്ടാ, നമ്മൾ കിഷോറേട്ടൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ പറ്റി ചോദിച്ചു. ഇപ്പൊ ലൊക്കേഷനിൽ വെച്ചിട്ടുള്ള എന്തെങ്കിലും നല്ലൊരു ഓർമ്മയുണ്ടോ ഓണവുമായി ബന്ധപ്പെട്ട്? ലൊക്കേഷനിൽ എന്തോരം ഓർമ്മകൾ. നമ്മളുള്ള ലൊക്കേഷനുകളിലെല്ലാം മിക്കവാറും നമ്മൾ ഫുഡ് ഉണ്ടാക്കും, എല്ലാവർക്കും കൊടുക്കും. എൻ്റെ കയ്യിൽ പൈസ മുടക്കി ഞാൻ വെക്കും. എൻ്റെ കയ്യിൽ പൈസ മുടക്കി ഒരു നാണവും ഇല്ലാതെ ഉമ്മാരൊക്കെ തിന്നോട്ട് പാടുകയും എന്നിട്ട് ഞാൻ പറയുകയും ചെയ്യും എൻ്റെ പറഞ്ഞ ചേട്ടൻ നന്നായിരിക്കണ് അല്ലേ. നമ്മൾ അല്ലല്ല ഇത് കഴിഞ്ഞതിന് ഞാൻ ഇവിടെ കൂടെ ആര്യനാട് പോയി കോഴി നാടൻ ചിക്കൻ തോരൻ വെച്ചതും കപ്പയും. അതിലെത്ര ഗ്രാം പ്രോട്ടീൻ? ഉദ്ദേശം അറിയോ? ഉദ്ദേശം അറിയോ? നാണമില്ലാണ്ട് വന്ന് തിന്നു എന്നുള്ളതിന്റെ വെച്ച കണ്ടിന്യൂറ്റിയാണ്. അത് അവർ പറയും. ഞാൻ അങ്ങനെ പറയാറുണ്ട്. ഞാൻ പറയും നിങ്ങൾക്ക് അങ്ങനെ പറയാം. കാര്യം കണ്ടവൻ നെഞ്ചു വെള്ളമാക്കിയ പൈസയാണ്, എൻ്റെ കൊച്ചു തിന്നാനുള്ള പൈസ അല്ലേ. ഇപ്പോഴും മനസ്സിലായില്ല. പോയോ? ചേട്ടനോട് പോയോ? ചോദിക്കട്ടെ, ഞാൻ പാത്രം തുറക്കുമ്പോ വന്ന് നീ എന്നെ വിളിച്ചില്ല നിന്റെ എന്താണ് കാണുന്നത്? അതിനകത്ത് വെള്ളരിയുടെ കഷ്ണം, ക്യാപ്സിക്കം, ബ്രോക്കോളി, യോഗട്ട്. ഞാൻ ആദ്യം കണ്ട യോഗട്ട്, ഞാൻ പുഴുങ്ങിയ ചിക്കൻ, എന്റെ ഒരു കഥ തുറന്നു നാഗവല്ലി. നിന്റെ പാത്രത്തിൽ തിന്നാൻ പറ്റുന്നത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആഹാരം ഷെയർ ചെയ്യണം എന്നാണ്. ഒരു ദിവസം ഡോർ തുറന്നിട്ട് എന്റെ ചേട്ടാ ബ്രോക്കോളി ആണോ? ഞാൻ വിചാരിച്ചു എന്നെ തള്ളി വിളിക്കുന്നത്. ഇതെന്താണ് സാധനം? രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്ത് ഉണ്ടാക്കല്ലേ, മുറിച്ചിട്ട് കുറച്ച് ഉപ്പ് ചേട്ടനല്ല അതിന്റെ അർത്ഥം. ചേട്ടൻ എന്നല്ലേ പറഞ്ഞതുകൊണ്ട് അവള് പറയാനില്ല. അതാണ്. അപ്പൊ ഈ ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഓണമാണിത്. അപ്പം ആക്ടിങ്ങും ഈ ജിമ്മിന്റെ ഇതും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യും?
ക്ലീഷ അല്ലാത്തൊരു ചോദ്യം. ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത്രയും വർഷം കൊണ്ട് കണ്ടുപിടിച്ച മാഡം പറയും മാഡം. രാവിലെ ഒരു 4 മണിക്ക് എണീക്കും. 4 മണിക്ക് എണീക്കും, പോയി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യും. ഒരു 5:30-6 മണിയൊക്കെ ആവുമ്പോ റെഡിയായി സെറ്റായി ലൊക്കേഷനിൽ എങ്ങനെ ഒരു 7:30-8 എത്തണമല്ലോ. അങ്ങനെ അവിടെ എത്തും. പിന്നെ അവിടുത്തെ രീതികളുമായി ഉറങ്ങാനൊന്നും പറ്റില്ല. അവിടുത്തെ രീതികളും അവിടുത്തെ വർക്കും എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിൽ പോവും. വീട്ടിൽ പോയിട്ട് പിന്നെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അത് ചെയ്യും. പഠിക്കുന്നുണ്ടോ? ഞാൻ പഠിക്കുന്നില്ല, പഠിപ്പിക്കണം. ക്ലയൻസ് ഉണ്ട്. പൈസ വേറെ ഉണ്ടാക്കുന്നുണ്ട് ഒത്തിരി. കോടീശ്വരി അഭിനയം, സ്വന്തം ജിമ്മ്, പേഴ്സണൽ ട്രെയിനിങ്, ആങ്കറിങ്, മറ്റുള്ളവരെ കുറ്റം പറച്ചില്, പരദൂഷണം. ഇംഗ്ലീഷ് പറഞ്ഞ ബഹുമുഖ പ്രതിഭ. വല്ല അഹങ്കാരം ഒന്നുമില്ല ഒന്നുമില്ല. കാഞ്ഞങ്ങാട് ഓണത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാഞ്ഞങ്ങാട് ഓണം അല്ല, ഞാൻ വിഷ്ണുവോട് ചോദിക്കായിരുന്നു. വിഷ്ണു, ആ കാസർഗോട്ടുള്ളൊരു ഓണം കാര്യം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം തെക്കൻ ഭാഗങ്ങളിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ സദ്യ, നേരത്തെ അമൃത പറഞ്ഞ പോലെ നല്ല പ്യുവർ സദ്യയാണ്. പക്ഷെ അങ്ങോട്ട് നമ്മൾ ഇപ്പൊ കോഴിക്കോടൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഓണത്തിന് നോൺ വെജ് ഉണ്ട് അല്ലേ? കാസർഗോഡ് നോൺ വെജ്, ചിക്കനും ബീഫും ഉണ്ടാവും അല്ലേ? അവിടെ എങ്ങനെയാണ്? ഐറ്റംസ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടെ നമ്മള് നോൺ വെജ് ഒരു കാഞ്ഞങ്ങാടൻ ഒരു നാടൻ സദ്യ, അതിന്റെ ഒരു കൂട്ടെന്ന് പറഞ്ഞ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ നല്ല ട്യൂഷനൊക്കെ വിളമ്പി മറ്റേ വറുത്തുപ്പേരി നമ്മള് ചിപ്സ്, പുളിയിഞ്ചി, അച്ചാറ്, അവിയല്, ഉപ്പേരി, തോരൻ, ഉപ്പേരി നമ്മൾ അങ്ങോട്ട് പറയും, തോരൻ, സൈഡില് അവിയല്, പിന്നെ ചിലപ്പോ പപ്പടം ആദ്യം തന്നെ സൈഡിൽ വെക്കും, പഴം, പിന്നെ ചോറിന്റെ നല്ലൊരു കൊഴിയൊക്കെ കൊഴിച്ച് നേരെ അത് വരും, ഒന്നും പേടിക്കണ്ട, അതൊക്കെ വരും. മെല്ലെ നല്ല സാമ്പാർ, നല്ല തേങ്ങ അരച്ച സാമ്പാർ. പരിപ്പില്ല, പരിപ്പ് അവിടെ മാൻഡേറ്ററി അല്ല, നിർബന്ധമില്ല. വറുത്തരച്ച സാമ്പാർ, സാമ്പാർ. കുറച്ച് കഴിയുമ്പോൾ പുളിശ്ശേരി വരും. അപ്പോഴേക്ക് നമ്മളെ എന്താ പറയാ, ഈ ചിക്കൻ, എന്റെയൊക്കെ വീട്ടിൽ എങ്ങനെ വെച്ചാൽ ചിക്കൻ ചുക്കാന്ന് പറയും, അതായിരിക്കും അധികം. അല്ലെങ്കിൽ ചിക്കന്റെ എന്തെങ്കിലും ഫ്രൈയോ ഫിഷ് അങ്ങനെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോ അധികം ചിക്കൻ തന്നെയായിരിക്കും. ചിക്കനും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പപ്പടൊക്കെ ഒരു അടിപൊളി പായസം ഏതൊക്കെ കാണും? പായസം സേമിയ പായസം ഉണ്ടാവും, അടപ്പായസം ഉണ്ടാവും, ചിലപ്പോ പഴപ്പായസം ഉണ്ടാവും. പഴം പായസം തിരുവനന്തപുരത്ത് പഴം പായസം, പഴം വെച്ച് പായസം, ആറന്മുള സദ്യ ഉണ്ട് ഞങ്ങളുടെ അതുകൂടെ പറ. കറക്റ്റ്, ആറന്മുള സദ്യ. അവിടെ സദ്യ ഉണ്ടെന്ന് അടുപ്പിക്കാറില്ല. അവിടെ 10-28 ഒത്തിരി പാട്ട് പാടിയിട്ടാണ്. എനിക്കിതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. അതൊരു ഒരു വലിയൊരു ആചാരത്തിന്റെ ഭാഗം കൂടെയാണ്. പിന്നെ ഭയങ്കര തിരക്കാണ്. ഞാനൊരു 4 വർഷം അടുപ്പിച്ച് ഒരു ചാനലിന് വേണ്ടി ഈ വെള്ളസദ്യ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉത്സവമാണ് കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ കറികളും ഇങ്ങനെ റെഡിയാക്കി കൊണ്ടേയിരിക്കും. അതിന്റെ സ്വാദ് എങ്ങനെയാണെന്നുള്ളതല്ല, അതൊരു ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് എല്ലാവരും വന്ന് കൂപ്പൺ വെച്ചിട്ടാണ്, ഓരോ കരക്കാരുടെ കൂപ്പൺ വെച്ചിട്ടാണ്. തിരുവനന്തപുരത്ത് കല്യാണത്തിന് വെള്ളസദ്യ ആണോ? അത്ര ദാരിദ്ര്യമായിരുന്നു? വള്ളത്തിലായിരുന്നു സദ്യ. ആളെയൊന്നും വിളിക്കാതെ ഇവർക്ക് മാത്രം വള്ളസദ്യക്കാരൻ വന്നാണ് സദ്യ വെച്ചത്. അങ്ങനെയാണ് ആ സദ്യയായിരുന്നു അവിടെ നിന്നുള്ള ആളുകളായിരുന്നു. പാട്ടൊക്കെ പാടി. തിരുവനന്തപുരത്ത് ഒരു സാധനമുണ്ട്, പഴം കൂട്ടാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്? അമൃതയ്ക്കൊക്കെ അറിയായിരിക്കും പഴം കൂട്ടാൻ. പഴം കൂട്ടാൻ അതായത് തിരുവോണത്തിന്റെ അന്ന് ഉത്രാടപ്പാച്ചിൽ കഴിഞ്ഞ് തിരുവോണം മാത്രമാണല്ലോ ഇപ്പൊ നമ്മൾ ആഘോഷിക്കുന്നത്. എങ്ങനെ? സദ്യവട്ടത്തിൽ. അപ്പൊ പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, രസം, കിച്ചടി, അവിയൽ, തോരൻ, ഈ സാധനങ്ങളെല്ലാം കൂടെ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മമാര് എല്ലാം കൂടെ ഒഴിച്ച് ഒരു മണ്ഡലത്തിനകത്ത് വെച്ച് ഒഴിച്ച് അങ്ങ് കെട്ടിവെക്കും. എന്നിട്ട് പിറ്റേ ദിവസം അവിട്ടം മുതൽ രാവിലെ പഴം കൂട്ടാൻ പുട്ടിൻ്റെ കൂടെ, ഉച്ചയ്ക്ക് പഴം കൂട്ടാൻ, രാത്രി പഴം കൂട്ടാൻ, അവിട്ടം ചതയത്തിൻ്റെ അന്ന് ഇത് തന്നെടാ ഇത് മൊത്തം. അതുകൊണ്ട് നമ്മുടെ എനിക്ക് ചേച്ചിയുടെ 3 ചേച്ചിമാർ 6 മരുമക്കൾ, അതിൽ പെൺകുട്ടികൾ 3 പേരാണ്. അപ്പോൾ തിരുവോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ ഇതെല്ലാം കൂടെ എടുത്ത് ഒഴിച്ച് കലത്തിൽ വയ്ക്കാൻ നേരത്തെ അവർ നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് അറിയാം? രാത്രി പതുക്കെ ഇതിനെടുത്ത് കളയില്ലെങ്കിൽ അവിട്ടത്തിനിത്, ചതയത്തിനിത്, 24 ഓണം വരെ ഈ പഴം കൂട്ടാൻ. പക്ഷേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് ഒരു രക്ഷയില്ല. എന്തൊക്കെ പറഞ്ഞ അർച്ചന ശ്രദ്ധിക്കത്തില്ല, എന്താ അറിയോ? കലോറി കൂടുതലാണ്. നീ പോ അങ്ങോട്ട്. ബ്രോക്കോളി ബ്രോക്കോളി അർച്ചന
അപ്പോൾ അതിൻ്റെ ഒരു രുചി ഒരു രക്ഷയില്ലാത്തൊരു സാധനമാണ്. അമൃത ഒരു പാട്ട് പാട്. അടുത്തതിന് അമൃതയുടെ ഒരു പാട്ടോട് കൂടി ഇത് അവസാനിപ്പിക്കുന്നത്. ഓണപ്പാട്ട്. അയ്യോ ചേട്ടൻ്റെ പാട്ടുകൾ ചേട്ടൻ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയാലും അവിടെ ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ പോയപ്പോഴും അവിടെ ഫുഡ് തന്ന് പാട്ട് പാടി പാട്ട് കേട്ടില്ല ഫുഡില്ല അല്ലേ? അത് ഫുഡ് കഴിക്കാതെ പോകാനും പാടില്ല, എന്റെ പാട്ട് കേട്ടോണം. അതെ അതെ, അതുകൊണ്ട് ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യണം. അല്ല നീ തന്നെ തുടങ്ങും, ഞാൻ കൂടെ പിടിച്ചോളാം. ഒരു പാട്ട് ഓണമായിട്ടൊരു പാട്ട്. ഓണമായിട്ട് ഒരെണ്ണം പിടിച്ചോ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരും മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ. ഇനി വർക്കലയുടെ പൊന്മുത്ത്, മണിമുത്ത്, വർക്കലയുടെ പരവൂരിന്റെ അഭിമാനം, ഒരു രണ്ടുപേര് ഓണപ്പാട്ട് അത് പാടിയാലും മതി. അതിന് ടൂണോടുകൂടി പാടിയാലും മതി. ഇപ്പം അയ്യോ ഞാൻ പാടില്ല. അയ്യോ. ഐശ്വര്യയുടെ യഥാർത്ഥ ഭർത്താവ് വ്യാസ് റിയൽ ഹസ്ബൻഡ് വ്യാസ് വന്നിട്ട്. വാസേ വാ, കമോൺ. വരും, ഇവിടെ വരും. നിങ്ങൾ പിന്നെ ലവ് മാരേജ് ആയിരുന്നു അല്ലേ? ആരാണ് ഞാൻ തന്നെ. അതെങ്ങനെയായിരുന്നു ആ പ്രപ്പോസ്? വെറുതെ ഒന്ന് പറഞ്ഞു. അവസ്ഥ അയ്യോ നമ്മുടെ നൈബറിംഗ് കോളേജസ് ആയിരുന്നു. എന്റെ കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കോളേജ്. കോളേജിന്റെ പേര് പറയുന്നില്ല, സ്റ്റിൽ നൈബറിംഗ് കോളേജ് ആയിരുന്നു. ശരി. യൂഷ്വലി ഇവള് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്, കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകുന്നത്. അതൊരു തെറ്റല്ലല്ലോ. അങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്. സംഗതി അത്യാവശ്യം എളുപ്പമൊക്കെ ആയിരുന്നു, വലിയ പാടൊന്നുമില്ല. അതാണ് നീ പറഞ്ഞ കറക്റ്റ്. പിന്നെ ഇതിന്റെ പൂർണ്ണമായ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു. കുടുംബ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. വളരെ സ്മൂത്ത് ആയിരുന്നു. ഹാപ്പി ആയിരുന്നു. നമ്മൾ ഹാപ്പി ആയിരുന്നു. നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. ഇപ്പൊ വളരെ വളരെ ഹാപ്പിയാണ്. അതെ. അല്ല, വ്യാസ് പറയുന്നത് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റീസ് വെസ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് യു. അല്ല, അവളല്ലായിരുന്നു, നമ്മൾ തന്നെയായിരുന്നു. ഞാൻ തന്നെയായിരുന്നു. ശരി ശരി. അപ്പൊ കോളലൊക്കെ സൃഷ്ടിച്ചതൊന്നും അവിടെ സംഭവിച്ചു. വളരെ നോർമലി. ഇവളെ എങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു കയറുന്നു അച്ഛനമ്മ. അവരും ഹാപ്പി ആയിരുന്നു. കാര്യം അധികം ദൂരത്തല്ലല്ലോ, തൊട്ടടുത്ത് തന്നെയാണ് അവർ. ബുദ്ധിമുട്ട്. വണ്ടി എടുത്ത് വീട്ടിൽ പോകും, അല്ലെങ്കിൽ നടന്നങ്ങ് വീട്ടിൽ പോകും. അങ്ങനത്തെ എളുപ്പമൊക്കെ ഉണ്ട്. അപ്പൊ വ്യാസ് എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ് ആണ്. ബിസിനസ്. ഓക്കെ. ഞാൻ കുറച്ച് Airbnb ബുക്കിംഗ് ചെറുതായിട്ട് ചെറിയൊരു ഒരേ തൂവൽ പക്ഷിയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ പിന്നെ സീരിയലിൽ റിയൽ ഭർത്താവിൽ നിന്ന് റിയൽ ഭർത്താവിനെ നമ്മൾ കണ്ടു അല്ലേ? സീരിയലിൽ ഭർത്താവായിട്ട് അല്ലല്ല, ഭർത്താവല്ല, കാമുകനല്ല, ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റ്. ഓക്കെ. ഈ വ്യാസിൽ കാണുന്ന നല്ല 5 ഗുണങ്ങൾ പറയണം. ഒരേ ടൈപ്പുള്ള കാരണം അത് പറയാൻ വന്നപ്പോ അവൾ എന്താണെന്ന് പോലും അല്ലല്ല, ഭയങ്കര കെയറിംഗ് ആണ്, ലവിങ് ആണ്. സാധാരണ എല്ലാരും പറയുന്ന ഇത് തന്നെ. പിന്നെ എന്റെ ഫാമിലിനെ നന്നായി ട്രീറ്റ് ചെയ്യും. ഏറ്റവും മോശപ്പെട്ട സ്വഭാവം വ്യാസിന്റെ? വൃത്തികെട്ടവനാണ്. ഈ പറഞ്ഞൊന്നും അല്ലല്ല, നീ എപ്പോഴും പറയാവുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം ഈ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ലീഗോ അടിച്ച് റോഡ് റേജസ് ആണോ ഉദ്ദേശിക്കുന്നത്? റേസിംഗ് അല്ല ആരെങ്കിലും ഓവർടേക്ക് ചെയ്താല് അത് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമല്ല. ചുമ്മാ വഴി കൂടെ പോണവരെയൊക്കെ അങ്ങനെയല്ല. നമ്മൾ യൂഷ്വലി ഒരു ലൈൻ കീപ്പ് ചെയ്ത് പോകുമ്പോൾ അത് ശരിയാണ്. അപ്പൊ കട്ട് ഓഫ് ചെയ്ത ആളെ നീ ചേസ് പിടിക്കും? ഇല്ല, മേ ബി നോട്ട് ദി പോയിന്റ്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ? അതൊരു ഭയങ്കര മോശം. 1 2 അത്ര മോശമല്ല.
അത്ര മോശമല്ല അത്. രണ്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ല. അപ്പൊ ഞാൻ വലിയൊരു ഗ്രീൻ ഫ്ലാഗ് ആണ്, ഗ്രീൻ ഫോറസ്റ്റ്. ഈ ഐശ്വര്യ നമ്മളിപ്പോ ഈ തിരുവോണത്തിനും അവിട്ടത്തിനും ഇതുവരെ എത്തിയപ്പോ ഐശ്വര്യയെ കുറിച്ച് എനിക്ക് ആദ്യമേ നല്ല ഒരു ധാരണയുണ്ട്, പിന്നെ പ്രേക്ഷകർക്കും കിട്ടിക്കാണും. അപ്പൊ ഐശ്വര്യയെ കുറിച്ച് മോശം എന്തെങ്കിലും പറയാനുണ്ടോ വ്യാസിന്? അതേ പറയാനുള്ളൂ. ഹാപ്പി വൈഫ് ഹാപ്പി ലൈഫ് എന്നുള്ളത്. വെരി അടിപൊളി. അപ്പൊ ഈ ഓണത്തിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലുള്ള ഐശ്വര്യ എന്ന് പറയുന്ന നടിയുടെ റിയൽ ഭർത്താവ് വ്യാസിനെ കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടി. അപ്പം എല്ലാം കൊണ്ടും അവിട്ടം നന്നായിട്ട് ആഘോഷിച്ചില്ലേ, തിരുവോണം ആഘോഷിച്ചില്ലേ, കൂടെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി. ഈ 2 ദിവസമായി ACV പ്രേക്ഷകർക്ക് മുമ്പിൽ ഒന്ന് തള്ളാൻ പറഞ്ഞപ്പോ നല്ലോണം തള്ളിയ ആളുകളാണ് ഈ ഇരിക്കുന്നത്, അവസാനം വന്ന ആൾ ഉൾപ്പെടെ. അപ്പൊ നമ്മുടെ അതെ, അയ്യോ, അപ്പൊ ഈ ഓണം അതുകൊണ്ടാണ് ഇല്ല, എന്റെ അടുത്ത് വന്നപ്പോഴേ കിഷോർ പറഞ്ഞത് ഒന്നും നോക്കണം, നല്ലോണം തള്ളി തള്ളി കയറ്റിക്കോ. അപ്പൊ എന്തായാലും 2 ദിവസമായി തിരുവോണത്തിനും അവിട്ടത്തിനും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നല്ലവണ്ണം തള്ളിയെന്നാണ് നമ്മുടെ ഒരു ഇത്. തീർച്ചയായും അല്ലേ? അങ്ങനെ തന്നെയാണ്. വിഷ്ണുവൊക്കെ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമാക്കി മുല്ലപ്പൂങ്കൊടി ഏറ്റു കിടക്കും. അത് മാത്രമല്ല ഈ പിന്നെ പരിപാടിയിലൂടെയാണ് രണ്ട് ജോഡി താരങ്ങൾ ആങ്കർമാരായത്. ഐശ്വര്യ, വിഷ്ണു, അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്തും അമൃതയും തകർത്ത് കളഞ്ഞു. അടുത്ത ഓണത്തിന് ചിലപ്പോൾ ഇവരായിരിക്കും ഇത് അവതരിപ്പിക്കുക. അങ്ങനെ അവതരിപ്പിക്കാനുള്ള അവസരം ഒരു തരത്തിലും ദൈവമേ ഇവർക്ക് കൊടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഓണം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ. ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം.